അപ്പോൾ നമ്മളിന്ന് ചക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ചക്ക തോരൻ എന്നും പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് കുരു എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം ഇതേപോലെ നുറുക്കി എടുത്തിട്ടുണ്ട് പച്ചച്ചക്ക. പിന്നെ കുറച്ച് നാളികേരം ചെറിയ വെച്ചിട്ടുണ്ട്, കുറച്ച് കുരുമുളക്, ഒരു 6-7 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് ഒരു 5-6 എണ്ണം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി നമുക്ക് ഈ ചക്ക ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ചക്ക വേവിക്കാൻ വയ്ക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമുക്ക് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്ത് വരണം. ഈ തേങ്ങയും കുരുമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ചുവന്ന മുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരണം. അപ്പോൾ നമ്മൾ ചക്ക വേവിക്കാൻ വെച്ചത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉപ്പേരിക്ക് പാകത്തിനായിട്ടുണ്ട്. ചക്കക്കുരു അതേ വെന്തിട്ടുണ്ട്. ഉപ്പേരിയിൽ ചക്കക്കുരു ഇടയ്ക്ക് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടണം. ചീനച്ചട്ടി വയ്ക്കാം. അപ്പം നമ്മൾ ഈ പാനിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളി കറിവേപ്പിലയും ഒക്കെ പാടിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് എണ്ണയിൽ കടന്നൊന്ന് മൊരിയട്ടെ. വേവിച്ച് വെച്ച ചക്ക എനിക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചക്കത്തോരൻ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം നമ്മൾ ഈസി ആയിട്ട് ചക്കക്കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോണത്, നാടൻ സ്റ്റൈൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്ക ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടിട്ടുണ്ട്, കുറച്ച് ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അത് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ചീനിമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ജീരകം. ഇത്രയൊന്ന് നന്നായിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേവണ ചക്കയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചത്. പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു. കുറച്ച് ലൂസായിട്ട് വേണം, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഒഴിച്ചിട്ട് ഒന്ന് തിള വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊന്ന് വറുത്തിടാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിടുന്നത്. ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി കൊണ്ട് വറുത്തിട്ട് നമ്മുടെ ചക്ക കൂട്ടാൻ റെഡിയായി, സിമ്പിളായിട്ട്. ഇനി തേങ്ങ അരയ്ക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചക്ക ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് ഉള്ളി വറുത്തിട്ടാലും നല്ല ടേസ്റ്റ്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇനി വാങ്ങാം. അപ്പം നമ്മുടെ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്.